നമസ്കാരം. കൊച്ചി സിഫ്നെറ്റിലെ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളും സ്മാർട്ട് ക്ലാസ് റൂമും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സിഫ്നെറ്റ് ഡയറക്ടർ ഹബീബുള്ള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിലെ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം ഒരു സുപ്രധാന നാഴികക്കല്ല് കുറിച്ചു. തദ്ദേശീയ കരകൗശല വസ്തുക്കൾ, യന്ത്രവൽകൃത ബോട്ടുകൾ, വിവിധ ഗിയർ മോഡലുകൾ, മത്സ്യബന്ധന രീതികൾ ചിത്രീകരിക്കുന്ന മിനിയേച്ചറുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പുതുതായി ഉദ്ഘാടനം ചെയ്ത സൗകര്യങ്ങൾ പഠനാന്തരീക്ഷം ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും മത്സ്യബന്ധന പരിശീലനത്തിലെ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ, മത്സ്യബന്ധന, മൃഗസംരക്ഷണ, ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളും സ്മാർട്ട് ക്ലാസ് റൂമും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. IT സെക്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള സെക്ടറാണെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന അവസരത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല, എക്സ്പോർട്ട് രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രംഗമാണ്. അതുപോലെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും 9% ഇതിൻ്റെ വളർച്ച. ഫിഷറീസ് രംഗത്ത് 9% ഫിഷറീസ് ഈ ഉൽപാദനത്തിൻ്റെ വളർച്ച. മാത്രമല്ല, 2014 95 ടൺ ആയിരുന്നു ഉൽപാദനം. ഇപ്പോൾ 195 ലക്ഷം ടണ്ണാണ്. ഫിഷറീസ് വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ആധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. IT കഴിഞ്ഞാൽ ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മേഖലയായി മത്സ്യബന്ധനം ഉയർന്നുവരുന്നു. നവീകരണത്തിലൂടെയും ആധുനികവൽക്കരണത്തിലൂടെയും മത്സ്യബന്ധന മേഖലയെ IT-ക്ക് തുല്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഗ്രൂപ്പുകളോടും ദേശീയ മത്സ്യബന്ധന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പങ്കാളിയാകാൻ മന്ത്രി അഭ്യർത്ഥിച്ചു. NFDP നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നു. അതിൻ്റെ അകത്ത് എല്ലാ ഫിഷർമാനും ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത 5 വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. അതായത്, എങ്ങനെയാണോ കിസാൻ സമ്മാൻ നിധിക്ക് രജിസ്റ്റർ ചെയ്തത്, അതേ രീതി എല്ലാ കുടുംബങ്ങളോടും എല്ലാ വ്യക്തികളോടും ഈ NFDPയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയണം. അതിനുവേണ്ടിയുള്ള ഒരു പോർട്ടലാണ്. അത് ഇവിടുത്തെ സംവിധാനത്തിന് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ചെയ്യാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതേ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കും. അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്രത്തിലെ കോഓപ്പറേറ്റീവ് വകുപ്പും സഹകരണ വകുപ്പും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും കൂടിയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമ്മൾ EEZ അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് സോണിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഫിഷിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഡീപ് സീയിലേക്ക് ഫിഷിംഗ്, നമുക്ക് 200 നോട്ടിക്കൽ മൈൽ നമുക്ക് ഫിഷിംഗ് നടത്താനുള്ള അവകാശമുണ്ട്. അതിനപ്പുറത്ത് ഡീപ് സീയിലേക്കും പോകാം. ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ വരെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ.
വളരെ അപൂർവമായിട്ടുള്ള വെസലുകൾ മാത്രമേ അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഈ വെസൽസിനുള്ള ഫണ്ടിങ് സർക്കാർ കൊടുക്കും. അതിനുവേണ്ടി ഇതുപോലെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ യഥാർത്ഥ ഫിഷർമാന്റെ പേരിൽ, അവരുടെ സൊസൈറ്റീസിന്റെ പേരിൽ ഇത് വരും. സിഫ്നെറ്റ് ഡയറക്ടർ എം ഹബീബുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. Sir, your dynamic leadership, visionary guidance, and deep commitment to the development of the fisheries sector have been a great source of inspiration for all of us. Your continuous efforts to promote innovation, empower fishermen communities, and strengthen training and research institutions have given a new direction to fisheries development in the country. Sir, under your able guidance, several progressive initiatives have been launched to improve infrastructure, ensure sustainable practice, and modernize the training ecosystem in line with national priorities. We are deeply grateful to you for your support and encouragement, and we are truly honored by your gracious presence with us on this special occasion. This initiative represents a perfect blend of traditional knowledge and modern technology, ensuring that the next generation of fisheries professionals is fully equipped to meet future challenges. India has a rich and ancient heritage in fishing technology. Traditional fishing craft such as catamaran, dugout canoes, and plank-built boats were ingeniously designed by fishing community to suit diverse environments. Over the years, we have witnessed a remarkable transformation from sail-powered boats to mechanized vessels, and from basic nets and handling to advanced trawl nets, long lines, and eco-friendly fishing gears. FT ഡിവിഷനിലെ മുൻ ചീഫ് ഇൻസ്ട്രക്ടർമാരെയും സിഫ്നെറ്റിലെ സാങ്കേതിക ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഡോക്ടർ ശ്രീനാഥ് KR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടർ ഡോക്ടർ ഷൈൻ കുമാർ CS, സഹസ്ഥാപനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.